ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിൽ പലരും നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പാറ്റ ശല്യം. അപ്പോൾ ഞങ്ങൾ ഈ പാറ്റയ്ക്ക് കൂടുതലായിട്ടും ഞങ്ങൾ ഈ ഒരു മലപ്പുറം ഭാഗത്ത് കൂറ എന്നാട്ടോ പറയാം, അതായത് ഈ ബ്രൗൺ കളറിലുള്ള പാറ്റകൾക്ക്. അപ്പോൾ അതിനെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനുള്ളൊരു അടിപൊളി മാർഗ്ഗമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു പുഴുങ്ങിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മഞ്ഞക്കരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ മഞ്ഞക്കരു എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇത് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊരു മിക്സ്ചർ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ പല പോർഷൻസ് ആക്കിയിട്ട് ഈ കൂറ വരുന്ന സ്ഥലങ്ങളിലൊക്കെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ മഞ്ഞക്കരു നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബോറിക് പൗഡറാണ് കേട്ടോ. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ബോറിക് ആസിഡ് പൗഡർ, ബോറിക് പൗഡർ, അങ്ങനെ പല പേരിലും ആണ് ഇത് കിട്ടുക. ഞാനിത് ചെറിയൊരു പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ. ഇതൊരു 20 ഗ്രാമിൻ്റെ ഒരു ചെറിയ പാക്കറ്റാണ്. ഇതിന് 15 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും 2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഈ ഒരു നമ്മൾ മുട്ടയുടെ ആ ഒരു മഞ്ഞക്കറി പൊടിച്ച് വെച്ചില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 2 ടീസ്പൂണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ടയുടെ മഞ്ഞക്കരവും പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത് കൂറകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ബോറിക് പൗഡർ കഴിക്കുമ്പോഴാണ് അവർ ചാവുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും നമ്മൾ പാറ്റകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. ഈ ബോറിക് പൗഡർ കയ്യിലാവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല പോലെ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുത്താൽ മതി. ഈ ബോറിക് പൗഡറിനെ കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ ക്യാരം ബോർഡിലൊക്കെ യൂസ് ചെയ്യുന്ന പൗഡറിൽ ചേർക്കുന്നതാണെന്നാണ് കേട്ടോ കേട്ടത്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിൽ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പാൽ അധികമായി പോകരുത് കേട്ടോ. നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് വേണം പാല് ചേർക്കാൻ. അപ്പോൾ ഈ പാലും പഞ്ചസാരയും മുട്ടയുടെ മഞ്ഞയൊക്കെ ചേർക്കുന്നത് ഈ പാറ്റകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ബോറിക് പൗഡർ ഉള്ളത് അവരെന്തായാലും അറിയില്ല. അവരിത് കഴിക്കുമ്പോൾ അറിയാതെ ഈ ബോറിക് പൗഡർ വയറ്റിലെത്തുമ്പോൾ ചത്ത് വീഴാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രാണികളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് അത്രയും ഉപദ്രവം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ. ചിലർക്കൊക്കെ ഇതിൻ്റെ ഉപദ്രവം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഫോയിൽ പേപ്പർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓരോ ബോളായിട്ട് വെച്ച് കൊടുക്കാം. ഇതിന് പകരം ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിലും വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ വീട്ടിൽ കൂറ, അതായത് പാറ്റയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. സ്റ്റൗവിൻ്റെ അടിയിൽ, ഫ്രിഡ്ജിൻ്റെ സൈഡിൽ, അതിൻ്റെ അടിയിൽ, പിന്നെ പാത്രങ്ങളും നമ്മൾ മസാലപ്പൊടികളൊക്കെ വെക്കുന്ന കബോർഡുകളിൽ, അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് കൂറ പാറ്റയുടെ ശല്യം ഉള്ളത് ആ ഒരു ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ കിച്ചൺ സിങ്കിലും വാഷ് ബേസിനിലൊക്കെ കൂടുതലായിട്ടും ഈ കൂറകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നാഫ്തലിൻ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് കഴിക്കുന്ന പാറ്റയൊക്കെ ചത്ത് വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പാറ്റശല്യം ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്